ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇടയ്ക്ക് നമ്മൾ നാട്ടിൽ പോയതായിരുന്നു ഒരു 3-4 ദിവസത്തിനൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടൊന്ന്. വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് 2 കോൽ ഐസ്. ഇതിന് നമ്മൾ കോൽ ഐസ് എന്നാണ് പറയുക. ഇപ്പോഴാണ് ഐസ് സ്റ്റിക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്ന് വീട് ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ നമ്മൾ ഈ രാത്രി തന്നെ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. നാളെ ഇല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒക്കെ കഴിഞ്ഞ ശേഷം അൺപാക്കിംഗ് ആണ്. വീട്ടിൽ നമ്മളെപ്പോൾ വരുന്ന സമയത്തും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും. അതൊക്കെ ആ രാത്രി തന്നെ നമ്മൾ അൺപാക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും. ഇതുപോലെ കാന്താരിയൊക്കെ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു ചില്ല് കുപ്പിയിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടാവാതിരിക്കും കേട്ടോ. നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫുഡൊക്കെ നമ്മൾ രാത്രി കൊണ്ടുവന്നുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ മുതലാണ് നമ്മൾ ബാക്കി പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഒരു തട്ടിക്കൂട്ട് റവ ഇഡ്ഡലി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. ഉച്ചയ്ക്ക് പിന്നെ ലൈറ്റായിട്ട് മതി, നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചതുകൊണ്ട്. ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. 199 രൂപയായിരുന്നു. കുറേ സമയമായിട്ട് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് തിരഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഒരു 200 ഇല്ലെങ്കിൽ 300 അബവ് മാത്രമായിട്ട് ഈ സാധനം കാണാറുള്ളൂ. 200 അല്ല കേട്ടോ, 300 അബവ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കാതെ വെച്ചതായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആമസോണിൽ വെറുതെ പരതേപ്പടാണ് ഇതൊരു 199 കണ്ടത്. അങ്ങനെ എടുത്താണ്. ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ ലൈറ്റായിട്ടാണ് ഫുഡിന്. അപ്പോൾ കഞ്ഞിയാണ്. കഞ്ഞിക്ക് ഒരു എന്തെങ്കിലും പറയുക, പപ്പായ കർമൂസ എന്നൊക്കെ പറയും. അത് വെച്ചിട്ടൊരു അച്ചാറും ഒരു ഇത്തിരി കായ ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു കൊറിയർ ബോക്സ് കുറേ ദിവസമായിട്ട് എൻ്റെ കബോർഡിന് മുകളിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ കളയേണ്ട തോന്നിയിട്ടാണ് ഈ ഒരു ഐഡിയ വന്നത് കേട്ടോ. എൻ്റെ കിച്ചൻ ഡെവലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കിയാലോ തോന്നി. അപ്പോൾ അതിനായിട്ട് കുറച്ച് പെയിൻറ്റ് അടിച്ചിട്ട് അക്രിലിക് പെയിൻ്റാണ് ഇത് വെച്ചിട്ട് നമ്മളൊരു ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ബ്രഷ് ഒന്നും തിരഞ്ഞിട്ട് കാണാത്തതുകൊണ്ട് നമ്മൾ പാത്രമൊക്കെ തേക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്പഞ്ച് ഉണ്ടല്ലോ, ആ സ്പഞ്ച് ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ടാണ് ഇതുപോലെ പെയിൻറ്റ് ചെയ്തത്. നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെയുള്ള നല്ല നല്ല ഡിസൈൻസൊക്കെ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് പതിഞ്ഞ് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പം തന്നെ അത് ഡ്രയറൊക്കെ വെച്ച് ഉണക്കി മേലെ ഒരു ലേസൊക്കെ കൊടുത്ത്, നമ്മൾ ഉടുപ്പൊക്കെ തയ്ക്കാൻ അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ വെക്കുന്ന ആ ഒരു ലേസ് ഉണ്ടല്ലോ, അതേ ലേസൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്കൊന്ന് പുറത്തൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ 1-2 കാര്യങ്ങളും അതല്ലാതെ നമുക്കിന്ന് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. നമ്മൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. നേരത്തെ അച്ചാറിട്ടപ്പോൾ കണ്ടിട്ടുണ്ടാവും, കറിവേപ്പില, ഇഞ്ചി, ഇങ്ങനെയുള്ള ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് യൂഷ്വലി ഒക്കെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് എഴുതി പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഇറങ്ങാണ്. ഇല്ലെങ്കിൽ കാണുന്നൊക്കെ വാങ്ങിക്കാൻ നമുക്ക് തോന്നും. ഇതുപോലെ കവറും കൂടി എടുത്തിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു പൈസയും ലാഭം. നമ്മൾ ഹൈലൈറ്റിലാണ് പോണത്. ഹൈലൈറ്റിൽ നെസ്റ്റോലാണ് കേട്ടോ പോണത്. നമുക്ക് അടുത്തായതുകൊണ്ടും കുഞ്ഞിനെ കൊണ്ട് പോകാനൊക്കെ എളുപ്പമായതുകൊണ്ടും ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോണേ. നെസ്റ്റോയിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, ബ്രഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ വന്നപ്പോൾ മിററും അതേപോലെ ചെറിയ ചെറിയ വാലറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയത്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പ്ലസ് നമുക്കൊരു 2 ആഴ്ചത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സമയത്ത് വാങ്ങിക്കുന്നുണ്ടാവുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടി എടുത്ത് നേരെ ബില്ല് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കുറച്ച് ക്രഷായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഒരു കാര്യം അറിയില്ലായിരുന്നു. പുറത്ത് നല്ല മഴയായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു അൺപാക്കിംഗ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഓരോന്ന് വെക്കേണ്ട സ്ഥലത്തൊക്കെ തിരിച്ച് വയ്ക്കായിരുന്നു. പണ്ട് നമ്മൾ തന്നെ ജീവിച്ചു തുടങ്ങിയ സമയത്താണ് കേട്ടോ ഈ ഒരു ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ നമുക്കൊരു ബാധ്യതയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ കുറേ സാധനങ്ങൾ നേരെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോയിട്ട് എടുത്തുകൊണ്ട് വരുമായിരുന്നു. ചിലപ്പോൾ അത് അവിടെ തന്നെ ഉണ്ടായി ഇരുന്ന് ചീത്തയാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ തീരുമാനിച്ചൊരു കാര്യമാണ്, നമ്മൾ ആലോചിച്ച് നോക്കി കാൽക്കുലേറ്റ് ചെയ്ത ശേഷം മാത്രമേ അടുത്ത സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുള്ളൂ എന്നുള്ളത്. കുറച്ച് സമയം കൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവും.
അതിന് ശേഷം നമ്മളിതുപോലെ പ്രിപ്പയർ ചെയ്ത ശേഷം വാങ്ങുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ മന്ത്ലി ബഡ്ജറ്റിന് വലിയ ഓട്ടമൊന്നും തട്ടാതെ മുമ്പോട്ട് പോകാൻ പറ്റും കേട്ടോ. ഈ 2 മുട്ട കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് രണ്ടും കോഴിമുട്ട തന്നെയാണ്, പക്ഷേ ഏത് കിളിയെ കൊണ്ട് ഇടിയിപ്പിക്കുന്നതാണെന്ന് ഇനി നമ്മൾ പോകുമ്പോൾ ചോദിക്കും ഉറപ്പായിട്ടും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം.